ആത്മമിത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. സഭ എന്ന ചുരുക്ക പഠനത്തിൻ്റെ 45 പാഠം പിന്നിട്ട് 46-ാമത്തെ പാഠത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ പാഠത്തെ ഞാൻ ഒട്ടും പിന്തുടരുന്നില്ല, കാരണം അത് കേട്ടവർക്ക് മനസ്സിലാവും. ശുശ്രൂഷകരെക്കുറിച്ചാണ് കഴിഞ്ഞ പാഠത്തിൽ ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ ശുശ്രൂഷകൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തുവിലുള്ള ഭാവവും ശുശ്രൂഷയാണ് സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ സഭയ്ക്ക് തുടരണം എന്നുള്ളതാണ്. കർത്താവിൻ്റെ മനുഷ്യത്വത്തിലുള്ള ശുശ്രൂഷ സഭയ്ക്ക് തുടരണം. അത് മനുഷ്യർക്ക് ഉപകാരമായി വരുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും കാരണമാവും. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളൊരു വാക്യം ഇങ്ങനെ പറയാം. റോമർ 14:17-18 എല്ലാവർക്കും അറിയാം. ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. അടുത്ത 18-ാമത്തെ അതിൽ ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നതിനുമാണ്. അപ്പോൾ ക്രിസ്തുവിനെ സേവിക്കുക എന്ന് പറയുന്നത് ഇന്ന് സഭയിലൂടെ മാത്രമേ സാധിക്കൂ. സഭയെ ശുശ്രൂഷിക്കുക, സഭയിലൂടെ ചെയ്യുന്ന ആ സഭയ്ക്ക് തന്ന കൃപാവരങ്ങൾ ചെയ്യുന്നതാണ്. കൃപാവരങ്ങൾ ലഭിച്ച് അതിൽ ചെയ്യുന്ന ശുശ്രൂഷകളാണ് ക്രിസ്തുവിനെ സേവിക്കൽ. അത് അല്ലാതെ ഒരാൾ വിശ്വസിച്ചതുകൊണ്ട് മാത്രം സേവനമായില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്, പക്ഷെ അത് സേവയല്ല. സേവ പ്രവൃത്തിയുണ്ട്, സേവനം പ്രവൃത്തിയാണ്. അപ്പോൾ ആ പ്രവൃത്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അപ്പസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആ ശുശ്രൂഷ ഉണ്ട്, അത് നാം കണ്ടു. അവരുടെ ശുശ്രൂഷ പുതിയ നിയമ പ്രമാണപ്രകാരം അവരുടെ അടിസ്ഥാനത്തിൽ പണി കഴിച്ചു. അവരുടെ ശുശ്രൂഷ പൂർത്തിയാക്കി. അവരുടെ വരങ്ങളുടെ പണി പൂർത്തിയായി, നിന്നുപോയതല്ല, പൂർത്തിയായി. ശേഷിക്കുന്നവർ സുവിശേഷകന്മാർ, ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാർ, ശുശ്രൂഷക്കാർ. കഴിഞ്ഞ പാഠത്തിൽ നമ്മുടെ കർത്താവായ യേശു തന്നെയാവുന്ന യഥാർത്ഥ ശുശ്രൂഷകൻ എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ യെശയ്യാവ് 61:1-3 കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പടികൾ കാണാം. യെശയ്യാവ് 61:1-3 നോക്കാം. ഒന്നാമത് എളിയവരോട് സത്വർത്തമാനം ഘോഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. സുവിശേഷകൻ്റെ പ്രവൃത്തി മർക്കോസ് 1:15. സുവിശേഷകൻ്റെ ശുശ്രൂഷകളെ ഒന്നാമതായി പറയുന്നത് യെശയ്യാവ് 42:5. അതിൽ ആ കാര്യം 42:5 പറയുന്ന കാര്യം അപ്പോസ്തലപ്രവൃത്തി 26:16-17 കർത്താവ് താൻ പൗലോസപ്പോസ്തലനെ വിളിച്ചു ധരിക്കുമ്പോൾ പറഞ്ഞതായിട്ട് കാണാം. കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കൊണ്ടുവരുന്ന വിടുവിപ്പാനും അന്ധകാരത്തിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ വിടുവിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യം യഹോവയായ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് യെശയ്യാവ് 42:5 പറഞ്ഞ കാര്യം കർത്താവ് അതേ കാര്യം അപ്പോസ്തലനോട് പറയുന്നത് കാണാം. ആ ശുശ്രൂഷ യെശയ്യാവ് 61 കാണുന്നത് യെശയ്യാവ് 52:7-9, നഹൂം 1:15, റോമർ 10:14-16 പറയുന്ന സുവിശേഷണത്തിൻ്റെ കേൾപ്പിക്ക് ഉച്ചത്തിൽ പറയുക, കേൾക്കുന്നവരെ അനുകരിക്കുവാൻ തക്കോണം ഇടയാകുക എന്നുള്ളതാണ്. അപ്പോൾ മേൽപ്പറഞ്ഞ പ്രവൃത്തി യേശു ചെയ്തു. അപ്പോസ്തലന്മാരെ ഫലമേൽപ്പിച്ച് അവരും അത് ചെയ്തു. ശുശ്രൂഷകൾ ഇനി കർത്താവ് ചെയ്തൊരു ശുശ്രൂഷ മനോഹരത്തിൽ നോക്കാം. അതിനകത്ത് കർത്താവ് ഹൃദയം നുറുങ്ങിയവർക്ക് വിടുതൽ, രോഗസൗഖ്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ യെശയ്യാവ് 61:2 പറയുന്നു. അതിലൊരു കാര്യം മാത്രം ഞാൻ ഓർപ്പിക്കാം. മത്തായി 8:15 ഒരു വാക്ക് നോക്കാം. യേശു പത്രോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പത്രോസിൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് വളരെ ആവശ്യമായിരുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അവൾക്ക് ഉടൻ സൗഖ്യം വന്നു. പിന്നെ നടന്ന അവിടെ പറയുന്നത് അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. ഒന്നാമത് കർത്താവിൻ്റെ ശുശ്രൂഷ അവളേറ്റു, രണ്ടാമത് അവൾ കർത്താവിനെയും ശിഷ്യന്മാരെയും ശുശ്രൂഷിച്ചു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായല്ലോ. കർത്താവിൻ്റെ ശുശ്രൂഷ എന്തോ അത് ഏറ്റവരാണ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവർ. കർത്താവിൻ്റെ ശുശ്രൂഷയാൽ മനുഷ്യവർഗത്തിനായി നമുക്ക് ലഭിച്ചത് നമ്മുടെ പാപമോചനം. അതിൻ്റെ ശുശ്രൂഷയാണ് ക്രൂശിൽ നിർവഹിച്ചത്. തൻ്റെ മനുഷ്യത്വത്തിൻ്റെ എല്ലാ പൂർണ്ണ ശുശ്രൂഷയും അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരുവൻ വളരുന്നത് ശുശ്രൂഷ ചെയ്താകും. ഏതാനും നാൾക്ക് മുമ്പ് ഒരു വാർത്താ മാധ്യമത്തിൽ കണ്ടതാണ്. മഹാരാഷ്ട്രയിലെ ഒരു രത്നവ്യാപാരിയുടെ ഏക മകൻ ബിസിനസ് മാനേജറിന് മാസ്റ്റർ ബിരുദം കഴിഞ്ഞു. ഭവനത്തിൽ വന്നപ്പോൾ പിതാവ് ആ മകന് 5000 രൂപ നൽകി പറഞ്ഞു, നീ കേരളത്തിൽ പോയി കൊച്ചിയിൽ പോയിട്ട് ചില നാളുകൾ ചില തൊഴിലിടങ്ങളിൽ താഴ്ന്ന ജോലികൾ ചെയ്യണമെന്ന് പറഞ്ഞു. താൻ അങ്ങനെ വന്ന് ഹോട്ടലിൽ ജോലി ചെയ്തു.
അതിനുശേഷം താൻ തുണിക്കടയിൽ ജോലി ചെയ്തു. പിന്നെ താനൊരു ഒടുവിലായിട്ടൊരു പിന്നെ സ്വർണ്ണക്കടയിലും ജോലി ചെയ്തതായിട്ടാണ് അന്ന് കണ്ടത്. വസ്ത്ര വ്യാപാരത്തിൽ ജോലി ചെയ്ത് സ്വർണ്ണക്കടയിൽ വ്യാപാരം ചെയ്തു. തൻ്റെ പ്രവൃത്തിയൊക്കെ തിരിച്ച് താൻ ഒരു നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ചെന്ന് തൻ്റെ പിതാവിൻ്റെ രത്നവ്യാപാരത്തിലെ അതിൻ്റെ MD ആയിട്ട് താൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. തൻ്റെ ജോലി ചെയ്തു. സ്ഥാപനത്തിൽ നിന്നുള്ളവരെ താൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലേക്ക് തൻ്റെ വിവാഹത്തിന് ക്ഷണിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ഇവിടെ തങ്ങളുടെ സ്ഥാപനത്തിൽ എളിയ ജോലി, മേശ തുടച്ചതും അതുപോലെ വസ്ത്രം അവിടെ ആഭരണക്കടയിൽ തറ തുടച്ച ആ ചെറുപ്പക്കാരൻ, അവിടെ തറയൊക്കെ തുടച്ച് ചില്ലൊക്കെ തുടച്ച ചെറുപ്പക്കാരൻ ഇത്ര മഹാധനികനും ആണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഇത് എനിക്ക് വലിയൊരു സന്തോഷം തോന്നിയൊരു കാര്യമാണ്. നമ്മുടെ കർത്താവ് അതാണ് ചെയ്തത്. അവൻ അത്യുന്നതങ്ങളിൽ ഉന്നതനായിരുന്നവൻ, ദൈവത്തിൻ്റെ മടിയിൽ നിന്ന് ഏകജാതനായാണ് ഭൂമിയിൽ വന്ന് ഈ ശുശ്രൂഷകളൊക്കെ തേച്ചത്. അവൻ പത്രോസിൻ്റെ അമ്മാവിയെ സൗഖ്യമാക്കി. ഉടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ കൂടെയുള്ളവരെ ശുശ്രൂഷിച്ചു. ഇതാണ് ദൈവസഭയ്ക്കുള്ള ശുശ്രൂഷ. ഇത് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് സഭകളുടെ ഇന്നത്തെ അനിശ്ചിതാവസ്ഥയും സങ്കടകരമായ അവസ്ഥയൊക്കെ കണ്ടിട്ട് ഈ ശുശ്രൂഷയൊന്നും ഇപ്പം നമ്മുടെ സഭയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞാൽ അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇപ്പോൾ പറഞ്ഞത് യേശുദാൻ റോമർ 15 ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിചയത്തിന് ശുശ്രൂഷ ചെയ്തു. ഇത് അപ്പസ്തോല ദൗത്യം നോക്കുക. അപ്പസ്തോല പ്രവൃത്തി 1:17 അപ്പസ്തലത്വത്തിന് വേണ്ടി മത്യാസിനെ തിരഞ്ഞെടുക്കുമ്പോൾ പറയുന്ന അപ്പസ്തോല ദൗത്യം മുഴുവൻ ഒരു ശുശ്രൂഷയായിട്ടാണ് അവിടെ പത്രോസ് പറയുന്നത്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നവരൊരാളായിരുന്നു യൂദ. അവൻ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് ഒരു ശുശ്രൂഷയ്ക്ക് അളവാണ് ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്ന അപ്പസ്തോല ദൗത്യം. അപ്പോൾ ഇനിയും മുമ്പുള്ള ആളുകളുണ്ട്. ഉൽപ്പത്തി 39:4 യോസേഫ് പൊത്തിപ്പോറിൻ്റെ വീട്ടിൽ ആ ഭവനത്തിൽ തനിക്ക് ഇഷ്ടമുള്ളൊരു ശുശ്രൂഷക്കാരനായിരുന്നത് കാണാൻ കഴിയും. ഇനി ഇസ്രായേലിനെ ദൈവം ഇസ്രായേലിൽ നിന്ന് വിടുവിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് പുറപ്പാട് 4:23 വായിച്ച് നോക്കുക. യഹോവ അവനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, അവൻ എൻ്റെ ആദിജാതൻ തന്നെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ അവൻ വിട്ടയക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ആരാധിക്കുവാൻ എന്ന് പലത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആരാധനയുടെ പൂർണ്ണ രൂപം ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. ആവർത്തനം 1:38 നോക്കിയാൽ മോശയോട് ദൈവം പറയുന്നത്, നിൻ്റെ ശുശ്രൂഷകനായ യോശുവ അവിടെ ചെല്ലും. നീ അവിടെ ചെല്ലില്ല, നിൻ്റെ ശുശ്രൂഷ യോശുവ ചെല്ലും. യോശുവ 1:1 നോക്കുകയാണെങ്കിൽ മോശയുടെ ശുശ്രൂഷകനായ യോശുവ എന്ന് കാണാം. അപ്പോൾ യോശുവ മോശയുടെ ശുശ്രൂഷകനായിരുന്നു. ഇന്ന് ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു, ഇന്നത്തെ ഉപദേശിമാരിൽ ഇപ്പോൾ പ്രായമുള്ളവരും പഴയ നിരയിലുള്ളവരൊക്കെ തന്നെ കഴിഞ്ഞ കാലത്തെ ആളുകളുടെ പിൻപിൽ വളർന്നവരാണ്. അങ്ങനെ പിൻപിൽ വളർന്ന് ജോയ് പാമ്പാടി സോറിൻ്റെ പിൻപിൽ വളർന്ന ഒത്തിരി പേരുടെ പേര് ഞാൻ പറയുന്നില്ല. താൻ മുന്നേ നടക്കുകയും പുറകെ നടന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞു തുലിയം പൗലോസ് സോറിന്, ആർ കൃഷ്ണൻ സോർ, ഇങ്ങനെയൊക്കെ മുമ്പേ നടന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ പലരും പിന്നെ നടന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ എൻ്റെ യൗവനകാലത്ത് അന്ന് ഞാൻ സുവിശേഷകനൊന്നുമല്ല, മാസവേലകളിൽ സംബന്ധിക്കുമ്പോൾ എപ്പോഴും എന്നെ കൂടെ കൊണ്ടു നടന്നിരുന്ന VC പുരോത്ത് സഹോദരനാണ്. ഞാൻ വല്യപ്പനാണ് വിളിക്കുന്നത്. അതുപോലെ വർഗീശ്വരം, നമ്മുടെ വിധേയത്തിൽ വർഗീശ്വരനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പുറകെ നടന്ന കാര്യം ഞാൻ ഓർക്കുന്നു. ഒരുപാട് ഉപദേശ കാര്യങ്ങൾ അന്നത്തെ നിലയിൽ മനസ്സിലാകാവുന്ന ഭാഷയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ആരെയും പിൻഗമിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, ശുശ്രൂഷ പരമ്പരാഗതമായി ഒരു തൊഴിലും പരമ്പരാഗതമായി പഠിക്കുന്നത് പോലെ തന്നെയാണ് ശുശ്രൂഷയും. ആ ശുശ്രൂഷകൾ, എല്ലാ ശുശ്രൂഷയും ദാസ്യത്തിൽ നിന്ന് തുടങ്ങിയാണ് അത് വളർത്തപ്പെടേണ്ടത്. ദൈവസഭയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദൈവത്തെ യോശുവ ഒന്നിൽ മോശയുടെ ശിഷ്യനായിട്ട് ഓർമ്മിപ്പിച്ചു. യേശുവിനുള്ള ശുശ്രൂഷ ചെയ്തിരാവുന്നവരല്ല അപ്പസ്തലന്മാർ. അപ്പസ്തല ശുശ്രൂഷ ചെയ്തപ്പോഴും അവർ യേശുവിനെ ശുശ്രൂഷിച്ചവരാണ്. പിന്നെയാണ് അവർ ഉപദേഷ്ടാക്കന്മാരായത്. അതുപോലെ ഡീക്കൻ പദവിയിൽ വന്ന ആളുകളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു. ഇവരെല്ലാം ശുശ്രൂഷക്കാരായ അവർ ഡീക്കൻ പദവിയിൽ ഇരുന്നിട്ടാണ് പിന്നെ ഉപദേഷ്ടാക്കന്മാരായത്. അത് ശ്രദ്ധേയമാണ്. ദൈവസഭ എന്നൊരു ഒരു പ്രസ്ഥാനം എന്നുവെച്ചാൽ ദൈവം സ്ഥാപിച്ച പ്രസ്ഥാനം. അവിടെയുള്ള എല്ലാ വ്യക്തികളും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ അവയവങ്ങൾക്കെല്ലാം പ്രവർത്തിക്കുക. എൻ്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും പ്രവർത്തിച്ചെങ്കിലാണ് എനിക്ക് സുഖമുണ്ടാകുകയുള്ളൂ. എനിക്കും ഹാർട്ടിന് ബ്ലോക്കുണ്ട്.
അതിന് വേണ്ട മരുന്ന് കഴിക്കേണ്ട ഒരു വാൽവ് അടഞ്ഞിരിക്കുകയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് മറ്റ് നെർവസുകൾ ഉണർന്ന് പ്രവർത്തിച്ച് രക്തം ഹൃദയത്തിന് നൽകാനായിട്ടുള്ള പ്രഷർ ചെയ്യുന്ന ഗുളിക കഴിക്കുന്നുണ്ട്, ഒരുപാടല്ലെങ്കിലും. അപ്പോൾ ഒരെണ്ണം അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ബലഹീനത എനിക്കുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ശരീരത്തിൽ അങ്ങനെ വരാതിരിക്കാനാണ് കൃപാവരങ്ങൾ, എല്ലാ അവയവത്തിനും കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. ആ കൃപാവരങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. എൻ്റെ കേൾവിക്കാരെ ആദ്യം ഞാനിത് അവസാനിപ്പിച്ച് വിചാരിച്ചു. ഇനി സുവിശേഷകനും ഇടയനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഇനിയൊരു ഡീക്കൻ്റെ കാര്യം പറയുന്നത്. ഡീക്കൻ മാത്രമല്ല ശുശ്രൂഷ ചെയ്യുന്നത്, എല്ലാവരും ശുശ്രൂഷക്കാരാണെന്ന് പറഞ്ഞിട്ട് വേണം ഡീക്കനെ കുറിച്ച് പറയാൻ. ഡീക്കൻ ആരാന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ റോമർ 12:1 മുതൽ 6 വരെ നോക്കുക. ഈ ശുശ്രൂഷയ്ക്ക് മുമ്പ് റോമർ 1:1-2 പറയുന്നത്, സാധാരണ നാം ആരാധനയ്ക്ക് വായിക്കുന്നതാണ് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി പറയും. അവിടെ ആരാധനയ്ക്കുള്ള കാര്യമല്ല പറയുന്നത്, ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അവിടെ ശരീരം അല്ലെങ്കിൽ ദേഹദൈകാത്മകളെ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ലഭിച്ച് ശുശ്രൂഷ ലഭിക്കും. അതിന് താഴെ 6 മുതൽ കൃപാവരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗത്ത് പറയുന്ന സമർപ്പണം എന്ന് പറയുന്നത്, ആ യാഗം എന്ന് പറയുന്നത് ശുശ്രൂഷയ്ക്ക് ഒരുക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ രൂപം അതാണ്. അപ്പോൾ ശുശ്രൂഷിക്കുന്നവൻ സമർപ്പിക്കപ്പെടണം, നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായിട്ട് വേണം അത് ചെയ്യാനെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദമുള്ള ദൈവഹിത ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും അവിടെ മാനസാന്തരം ആവശ്യം. അവിടെ ഈ ലോകത്തിന് അനുരൂപമായതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു. സഭയ്ക്ക് വെളിയിലുള്ള ലോകത്തിലെ അപ്പേല സഭകളെപ്പോലെ ദൈവസഭകളാകരുത്. മനുഷ്യൻ ഭരിക്കുന്ന, മനുഷ്യൻ്റെ ആലോചന കേൾക്കുന്നവരാകരുത്. ദൈവത്തിൻ്റെ ആലോചനയായ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേൾക്കുന്നവരായിരിക്കണം. മനസ്സ് ലോകപ്രകാരമാകരുത്. അത് സഭാതലത്തിലെ കാര്യങ്ങൾക്ക് കുഴച്ചിലിന് വരുന്ന കാര്യം അതാണ്. ഇനി അവിടെ പറഞ്ഞു, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു ഉയരരുത്. എന്താണ് ഭാവിക്കേണ്ടത്? ഫിലിപ്പിയർ 2:5 പറഞ്ഞു, ക്രിസ്തു യേശുവിലുള്ള ഭാവം. യേശു ക്രിസ്തുവിലുള്ളതല്ല, ക്രിസ്തു യേശുവിലുള്ളത്. അവിടെ നിന്ന് കുറച്ച് ദൈവമായിരുന്നവൻ മനുഷ്യനായി തീർന്ന ഭാവമാണ് ക്രിസ്തുവിലുള്ള ഭാവം. ആ ഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. താഴ്മയുള്ള ഭാവം, അതാണ് ക്രിസ്തുവിലെ ഭാവം. ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട്, ക്രിസ്തു ആയിരുന്നവൻ യേശു ആയിട്ട് വന്നു, മനുഷ്യനായിട്ട് വന്ന കാര്യം, രക്ഷകനായിട്ട് വന്ന കാര്യം. അപ്പോൾ ദൈവമായ മനുഷ്യനായി വന്ന ഭാവം തന്നെ നിങ്ങളിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ശുശ്രൂഷകൻ്റെ ഭാവം തന്നെ എല്ലാ കൃപാവരങ്ങൾ ഉള്ള ശുശ്രൂഷ ചെയ്യുന്നവർക്കും ഉണ്ടാകണം. ഈ ഭാവം ഈ വരുന്നതിനാണ് റോമർ 12:1-2 കാണുന്ന യാഗം. ഇങ്ങനെ ഈ ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള അർപ്പണത്തിന് വേണ്ടിയുള്ള യാഗമാണത്. അപ്പോസ്തലൻ്റെ ഭാവം റോമർ 1:10 സുവിശേഷ ഘോഷണത്തിൽ, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. അപ്പോൾ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമായിട്ടാണ് താൻ സുവിശേഷം അറിയിച്ചിട്ടുള്ളത്. ആ കാര്യം തന്നെ റോമർ 15:15 പറഞ്ഞു, ഞാൻ ജാതികളെന്ന വഴിപാട് ദൈവഹിത പ്രകാരം ഈ പുരോഹിതനെ അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുന്നു, ജാതികളെ വഴിപാടാക്കി കൊണ്ടിരുന്നു. അതിലൊരു അർപ്പണമുണ്ട്. ആ അർപ്പണവും ആരാധനയാണ്. അതിനുള്ള ഭാവം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലെ ഭാവം തന്നെയാണ് അപ്പോസ്തലനായ പൗലോസിനും ഉണ്ടായിരുന്നത്. അവിടെ കാണാൻ കഴിയും. 2 തിമോഥെയോസ് 4 പൂർവ്വന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നിർമ്മല മനസ്സാക്ഷിയിൽ ദൈവത്തെ ആരാധിക്കുന്നു. താനെ തിമോഥെയോസിന് ലേഖനം എഴുതുന്നു പറഞ്ഞു, ഞാൻ തിമോഥെയോസിനെ ഉപദേശിക്കുമ്പോൾ പറയുകയാണ് നിർമ്മല മനസ്സാക്ഷി. എന്നിട്ട് തിമോഥെയോസിന് പറഞ്ഞു, നീ ശുദ്ധ ഹൃദയവും നിർമ്മല മനസ്സാക്ഷിയുള്ള. എനിക്ക് നിർമ്മല മനസ്സാക്ഷി ഇല്ലാതെ ഞാൻ നിങ്ങളോട്, എന്നെ കേൾക്കുന്നവരോട് നിർമ്മല മനസ്സാക്ഷി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് ദൈവത്തിന് ഒരിക്കലും നിരക്കുന്നതല്ല. പൗലോസിന് നിർമ്മല മനസ്സാക്ഷി യാഗമായി സമർപ്പിച്ച നിർമ്മല മനസ്സാക്ഷി വെളിപ്പെടുത്തിയിട്ടാണ് തിമോഥെയോസിനെ ഉപദേശിക്കുന്നതെന്ന് സാരം. അപ്പോൾ ഈ പാഠത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞത്, ശുശ്രൂഷകർ അർപ്പിക്കപ്പെടേണ്ട, അവരുടെ ജീവനും വിശുദ്ധിയുള്ള ഒരു ആരാധനയായി ശുശ്രൂഷകളെ അർപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അർപ്പിക്കപ്പെടുന്ന ശുശ്രൂഷ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ കൃപാവരങ്ങളും പ്രാപിച്ച് ഓരോ കൃപാവരങ്ങളിൽ ഭാവിക്കുന്നതും ഇതേ ഭാവിക്കാതെ, ഒരുത്തിനെ പ്രസംഗവരമുണ്ട്, വേറൊരു പാട്ട് പാടാനുള്ള വരമുണ്ട്, വേറൊരുത്തിന് സ്തോത്രം ചെയ്യാനുള്ള, പ്രാർത്ഥനയ്ക്ക് വരമുള്ളൂ, അങ്ങനെ വ്യത്യസ്ത വരങ്ങളുള്ള, ദാനം ചെയ്യാനുള്ള. ഇതിലൊന്നും പ്രശംസിക്കാനില്ലാത്ത ഒരവസ്ഥ. ഞാൻ ചെയ്യുന്നതിലൊന്നും എനിക്ക് പ്രശംസിപ്പാനില്ല. ഇതെല്ലാം എനിക്ക് തന്നത് ദൈവ കൃപയാലാണ്, അഥവാ കൃപാവരത്താലാണ്. ഞാൻ പറഞ്ഞു 2 കൊരിന്ത്യർ
4:1 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കരുണയുണ്ടായിട്ട് ശുശ്രൂഷ ചെയ്യുകയാൽ ദൈവം കരുണ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നതെന്നാണ് താൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ നാം മനസ്സിലാക്കുമ്പോൾ ഒരു ദൈവസഭയുടെ മുഴുവൻ തലത്തിലും ചെയ്യുന്ന ശുശ്രൂഷ സഭയുടെ എല്ലാ അംഗങ്ങളും എല്ലാ അവയവങ്ങളും കൃപാവരം ലഭിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് അപ്പസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷന്മാർ, ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാർ, ശുശ്രൂഷക്കാർ. അപ്പോൾ എല്ലാവരും ശുശ്രൂഷ ചെയ്യുന്നില്ല. പിന്നെ ശുശ്രൂഷക്കാരെന്ന് പറഞ്ഞത് എടുത്തു പറഞ്ഞ കാര്യം, അവരുടെ കാര്യം ഞാൻ അടുത്ത പാഠത്തിൽ പറയുമ്പോൾ. അപ്പോൾ എല്ലാവരും ശുശ്രൂഷിക്കുന്നവരാണ്. എന്തിനാണ് ഇത് പറഞ്ഞത്? ഞാൻ 1 തെസ്സലോനി അതിന് 1-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിലെ ലേഖനം എഴുതുമ്പോൾ പൗലൂസ് പറയുന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു. അപ്പോസ്തലനായ പൗലൂസും സീലാനുസും തിമോത്തിയോസും, അന്ന് തിമോത്തിയോസ് ഒരു ഡീക്കനായിട്ട് ശുശ്രൂഷകനായിട്ട് പൗലൂസിന് സേവ ചെയ്യാൻ അത്രേ ആയിട്ടുള്ളൂ. മനസ്സിലായോ? അത്ര പ്രാപ്തിയായിട്ടുള്ളൂ. എന്നാൽ സീലാനുസ് ഒരു പ്രമാണപ്പെട്ട സാറാണ്. ഈ 3 പേരും പൗലൂസ് പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസ് ഞാനും സീലാനുസും തിമോത്തിയോസും എഴുതുന്നത്. എന്തിനാണ് ഞാനത് പറഞ്ഞത്? ശുശ്രൂഷക്കാരൻ തരം താണവനല്ല. ഇന്ന് പല സഭകളിലും ശുശ്രൂഷക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അവരെ സഭയുടെ ആലോചന യോഗങ്ങൾ ഇരുത്താറില്ല, കൊണ്ടുവരാറില്ല. സുവിശേഷന്മാരെ പോലും ഇരുത്തുന്നില്ല. ഇടയനേക്കാളും ചെറിയ സ്ഥാനമല്ല സുവിശേഷൻ. ഞാൻ പറഞ്ഞു, ഡീക്കനും ചെറിയവനല്ല. അതുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവനെ അവനും സഭയുടെ ക്രമീകരണങ്ങളിൽ അവനും കൂടെ ചേർന്ന് അവനെ വളരാൻ കഴിയണമെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞു, മോശയുടെ ശുശ്രൂഷനായിരുന്നു യോശുവ. പിന്നെ യോശുവയാണ് ജനത്തെ നടത്തിയത്. ഇന്ന് എന്തുകൊണ്ട് നമുക്ക് നടത്താൻ ആളുകളില്ലാതെ പോകുന്നു? ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ ജോലി ഗൾഫിൽ നിന്ന് റിട്ടയർഡ് വന്നൊരു മൂപ്പന്മാരായി തീരേണ്ട ഗതികേട് എന്തുകൊണ്ട് വന്നു? സഭയിൽ പിൻഗമിക്കുവാൻ, വളർത്തിയെടുക്കുവാൻ ആളുകളില്ലാതെ വന്നതുകൊണ്ടല്ലേ? എല്ലാ കാര്യങ്ങളല്ല, ചില സ്ഥലത്ത് അങ്ങനെയല്ലായിരിക്കാം. ഒട്ടുമുക്കാലും ഇപ്പം അങ്ങനെയാണ്. എനിക്ക് ഓർമ്മയുള്ള സ്ഥലമുണ്ട്. ഒരു സ്ഥലത്ത് വിലപ്പെട്ട